2016 ഇന്ത്യൻ SUV വിപണിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 7,40,000-ലധികം യൂണിറ്റുകൾ വിറ്റ ഒരേ ഒരു വണ്ടി, അതേപോലെ തന്നെ 29 അവാർഡുകൾ നേടിയ ഒരേ ഒരു SUV. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും പുതിയ ന്യൂ ബ്രസ. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പുതിയ ബ്രസയുടെ പുതിയ വിശേഷങ്ങളും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 4 വേരിയന്റിലാണ് വന്നിരിക്കുന്നത്. LXi, VXi, ZXi, ZXi പ്ലസ് എന്നിങ്ങനെ 4 വേരിയന്റിലും LXi, VXi, ZXi, ZXi പ്ലസ് എന്ന് പറഞ്ഞ് ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിലുമാണ് നമ്മുടെ പുതിയ ബ്രസ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ CNG വേരിയന്റിൽ നമുക്ക് ബ്രസ അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പുതിയ ബ്രസയ്ക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്രില്ലിലും ബമ്പറിലുമാണ് ഏറ്റവും ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഫ്രണ്ട് ലുക്കിൽ തന്നെ ഒരു ഗോൾഡൻ എലമെന്റ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ. അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോഗ് ലാമ്പിന്റെ ഡിസൈനും മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഫോഗ് ലാമ്പാണ്. അതേപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഫ്രണ്ട് സെൻസറും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റിന്റെ വീതിയും കൂട്ടിയിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഒരു എയർ വെന്റിലേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മിറർ കാണാം. മിററിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാണാം. അതുതന്നെ മറ്റൊരു പ്രത്യേക ഒരു മാറ്റം വന്നിരിക്കുന്നത് മിററിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഒരു ബ്ലൈൻഡ് സ്പോട്ട്. അതായത് നമ്മുടെ പുതിയ അഡാസ് ഫീച്ചേഴ്സിന്റെ വന്നിരിക്കുന്നതാണ് ഒരു ബ്ലൈൻഡ് സ്പോട്ട്. അത് നമ്മുടെ പുതിയ ബ്രസയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി നിർത്തുകയല്ലോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈവർ സൈഡ് ഡോർ തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മിററിൽ തന്നെ നമുക്ക് വാണിംഗ് കിട്ടും. അതിൻ്റെയാണ് ഒരു ബ്ലൈൻഡ് സ്പോട്ടിന്റെ സെൻസേഴ്സ് നമ്മുടെ മിററിൽ തന്നെ വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഷാർപ്പിന് ആന്റിന കാണാം. നമുക്ക് വൈപ്പർ ആൻഡ് വാഷർ യൂണിറ്റ് ഇവിടെ ഉണ്ട്. D4 ഉണ്ട്. ബ്രസ എഴുതിയിരിക്കുന്ന ഒരു ബാഡ്ജിങ് ആണ്. തൊട്ട് താഴെ തന്നെ മാസ് ഹൈബ്രിഡിന്റെ ഒരു ബാഡ്ജിങ് ആണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാം. റിയർ റിഫ്ലക്ടറും കാണാം. ഇതാണ് ബാക്കിലത്തെ ഒരു വ്യൂ. ഡോറിൽ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിൽ ഡോർ തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെന്റ് കാണാം. അതേപോലെ തന്നെ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. 4 ഡോറിന്റെ പവർ വിൻഡോയുടെ സ്വിച്ചസ് കാണാം. സെൻട്രൽ ലോക്കിന്റെ സ്വിച്ചസ് കാണാം. ലോക്കിന്റെ സ്വിച്ച് കാണാം. ഗ്ലാസ് ലോക്കിന്റെ സ്വിച്ച് കാണാം. മിറർ ഫോൾഡിന്റെ കാണാം. രണ്ട് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ സ്വിച്ചസും ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീക്കേഴ്സും നമുക്ക് ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ ഉണ്ട്. പുതിയ ബ്രസയിൽ നമുക്ക് പ്രീമിയം ഫീല് തരുന്ന ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീലിംഗ് ആണ് പുതിയ ബ്രസയിൽ കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ക്യാമറ യൂണിറ്റിന്റെ സ്വിച്ച് കാണാം. ഹെഡ് ഡിസ്പ്ലേയുടെ യൂണിറ്റുകൾ കാണാം. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ, റിയർ പാർക്കിങ്ങിന്റെ എല്ലാം സ്വിച്ചസ് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കോളം നമുക്ക് ബോട്ടം സ്റ്റിയറിംഗ് കോളം തന്നെയാണ്. പഴയ ലെതർ റാപ്പിഡാണ് വരുന്നത്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. കോളിംഗ് കൺട്രോൾസും നമുക്ക് വരുന്നുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ് നമുക്ക് സ്റ്റിയറിംഗ് വരുന്നത്. നമുക്കിവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം. നമ്മുടെ ക്ലസ്റ്റർ നമുക്ക് നോക്കാം. ക്ലസ്റ്ററിൽ നമുക്ക് സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. സ്റ്റീരിയോ വന്നിട്ട് നമുക്ക് പുതിയൊരു മാറ്റം വന്നിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് 9 ഇഞ്ചിൽ നിന്ന് 10.21 നമ്മുടെ സ്ക്രീനിന്റെ വലുപ്പം കൂട്ടിയിട്ടുണ്ട്. ആർക്കംസിന്റെ സറൗണ്ട് സിസ്റ്റമാണ് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് വിക്ടോറിയസിലെ സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ ബ്രസയിലേക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്കും വന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റീരിയോയുടെ തൊട്ട് താഴെയായിട്ട് എല്ലാ കൺട്രോൾസും വന്നിട്ടുണ്ട്. AC യുടെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്.
അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വയർലെസ് ചാർജർ വെന്റിലേഷനാണ് വന്നിരിക്കുന്നത്. വയർലെസ് ചാർജർ, നമ്മുടെ USB പോർട്ട് കാണാം, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം, നമ്മുടെ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഒരു AC വെന്റും പുതിയ ബ്രസയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓണും ഓഫും ആണെങ്കിൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു 3 ടോൺ എലമെൻറ്റിലാണ് നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. പുതിയ ബ്രസയിൽ വന്നിരിക്കുന്ന അടുത്തൊരു ഫീച്ചേഴ്സാണ് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ് നമുക്ക് വെന്റിലേഷനാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡർ വെക്കാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് കാണാം. പിന്നെ ആംബ്രസ്റ്റ് സ്ലൈഡിംഗ് ആണ് വരുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ തന്നെ സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡർ കാണാം, ലൈറ്റ്സ് കാണാം. ഈ സൈഡിൽ നമുക്കൊരു വാനിറ്റി മിററും കാണാം. അതേപോലെ തന്നെ സൺറൂഫും നമുക്ക് വരുന്നുണ്ട്. പുതിയ ബ്രസയുടെ സീറ്റ് അതിമനോഹരമാണ്. നമുക്ക് വെന്റിലേഷൻ കൂടെ വരുന്ന സീറ്റാണ് ഇപ്പോഴത്തെ പുതിയ സീറ്റ് വരുന്നത്. റിയറിലേക്ക് കയറുമ്പോഴത്തേനും നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും നല്ല സ്പേസ് പുതിയ ബ്രസയിൽ നമുക്ക് വരുന്നുണ്ട്. നല്ലപോലെ കാല് നോർത്ത് വെച്ച് ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. സെൻട്രലിൽ നമുക്ക് AC വെന്റ് കാണാം, ചാർജിങ് സോക്കറ്റ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് നമുക്കൊരു കപ്പ് ഹോൾഡറും ആംബ്രസ്റ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റും വരുന്നുണ്ട്. സീറ്റിൻ്റെ പുറകിൽ തന്നെ നമുക്ക് പോക്കറ്റുകൾ കാണാം. അതിൻ്റെ കൂടെ തന്നെ മൊബൈൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കറ്റും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും സീറ്റിൻ്റെ പുറകിൽ തന്നെ. നമ്മുടെ ബ്രസയിൽ വന്നിരിക്കുന്ന സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ബ്രസയുടെ ബാക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളും. നമുക്ക് ഈ ബൂട്ടിൽ തന്നെ നമുക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പകുതിയായിട്ട് നമുക്ക് 60-40 രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വരുന്നത്. ബാക്കിൽ പാർസൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് പുതിയ ബ്രസയിൽ നമുക്ക് സ്പെയർ വീൽ വരുന്നില്ല, അതിന് നമുക്ക് പകരം പഞ്ചർ കിറ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CNG വണ്ടികളിൽ നമുക്ക് അണ്ടർബോഡിയാണ് CNG വരുന്നത്, അടിയിലായിട്ടാണ് നമുക്ക് CNG വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ബ്രസയുടെ എൻജിൻ റൂം. നമുക്ക് 2 എൻജിൻ ഓപ്ഷനിലാണ് നമുക്ക് ബ്രസ വരുന്നത്. ഒന്ന് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എൻജിനും ആദ്യത്തെ എൻജിനായ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പയർ പെട്രോൾ എൻജിനുമാണ് വരുന്നത്. 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എൻജിന് പവർ വന്നിട്ട് 110 PS ടോർക്ക് വന്നിട്ട് 170 വരുന്നത്. 1.5 വന്നിട്ട് 103 പവറും ടോർക്ക് വന്നിട്ട് 139 വരുന്നത്. പിന്നെ നമുക്ക് CNG വേരിയൻ്റ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പവർ വന്നിട്ട് 87 PS ടോർക്ക് വന്നിട്ട് 121 വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിയ ബ്രസയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു പുതിയ ബ്രസ നോക്കുന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഓതറൈസ്ഡ് ഡീലറായ AVG മോട്ടോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും വണ്ടി കാണുവാനും എല്ലാ സൗകര്യമുണ്ട്. അതേപോലെ നമുക്ക് ഓണം പ്രമാണിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാ വണ്ടികൾക്കും സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നേരെ AVG മോട്ടോഴ്സിലേക്ക് പോരൂ, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.